എല്ലാവർക്കും നമസ്കാരം. നമ്മളിന്ന് സംസാരിക്കാൻ പോകുന്നത് ടെക് ലോകത്തെ രണ്ട് ഭീമന്മാരെക്കുറിച്ചാണ്, ലിനക്സും യുണിക്സും. പുറമേ നിന്ന് നോക്കുമ്പോൾ രണ്ടും ഏകദേശം ഒരുപോലെയിരിക്കും, അല്ലേ? പക്ഷേ അവയുടെ ഹൃദയഭാഗത്ത്, അതായത് കേർണലിന്റെ ഉള്ളിൽ, കാര്യങ്ങൾ കുറച്ച് വ്യത്യസ്തമാണ്. എന്താണ് ആ പ്രധാന വ്യത്യാസങ്ങൾ? നമുക്കൊന്ന് അറിഞ്ഞു നോക്കാം. അപ്പോൾ ശരിക്കും എന്താണ് ഇവയുടെ ഉള്ളിലെ വ്യത്യാസം? ഈയൊരു ചോദ്യത്തിനാണ് നമ്മളിന്ന് ഉത്തരം കണ്ടെത്താൻ ശ്രമിക്കുന്നത്. അതിനായിട്ട് നമുക്ക് നേരെ ഓപ്പറേറ്റിംഗ് സിസ്റ്റത്തിന്റെ ഏറ്റവും പ്രധാന ഭാഗത്തേക്ക്, അതിന്റെ കോറിലേക്ക് തന്നെ പോകാം. ഈ വ്യത്യാസം ശരിക്കും മനസ്സിലാവണമെങ്കിൽ നമ്മൾ ആദ്യം കേർണൽ എന്താണെന്ന് അറിയണം. വളരെ ലളിതമായി പറഞ്ഞാൽ ഇതാണ് ഒരു ഓപ്പറേറ്റിംഗ് സിസ്റ്റത്തിന്റെ തലച്ചോറ്. സിസ്റ്റത്തിലെ എല്ലാ കാര്യങ്ങളും കൺട്രോൾ ചെയ്യുന്ന ആ മാസ്റ്റർ പ്രോഗ്രാം. അതായത് ഒരു കമ്പ്യൂട്ടറിന്റെ സൂപ്പർ മാനേജറാണ് ഈ കേർണൽ എന്ന് വേണമെങ്കിൽ പറയാം, അല്ലേ? ഏതൊക്കെ പ്രോസസ്സ് എപ്പോൾ പ്രവർത്തിക്കണം, ഹാർഡ്വെയർ ആർക്ക് ഉപയോഗിക്കാൻ കൊടുക്കണം, മെമ്മറി എങ്ങനെ മാനേജ് ചെയ്യണം എന്നൊക്കെ തീരുമാനിക്കുന്നത് ഈ കേർണലാണ്. ലിനക്സ് ഇത് ചെയ്യുന്ന രീതി ശരിക്കും വളരെ ഇൻട്രസ്റ്റിംഗ് ആണ്. അപ്പോൾ ഇവിടെയാണ് ലിനക്സിന്റെ ഒരു പ്രധാന ആശയം വരുന്നത്. മോണോലിത്തിക് കേർണല്. ഇതൊരു മൾട്ടി ടൂൾ പോലെയാണ്. എല്ലാ ടൂൾസും ഒരൊറ്റ യൂണിറ്റിൽ തന്നെ ഉള്ളതുപോലെ. അതായത് ഡ്രൈവറുകൾ, ഫയൽ സിസ്റ്റം, നെറ്റ്വർക്കിംഗ് എല്ലാം ഒരൊറ്റ വലിയ പ്രോഗ്രാമിന്റെ ഭാഗമാണ്. പക്ഷേ ഇവിടെയാണ് ഒരു ട്വിസ്റ്റ് വരുന്നത്. ലിനക്സിന്റെ കേർണൽ ഒരൊറ്റ വലിയ പ്രോഗ്രാമാണെന്ന് കരുതി അതൊട്ടും ഫ്ലെക്സിബിൾ അല്ലെന്ന് വിചാരിക്കരുത്. ഈ ഉദ്ധരണി പറയുന്നത് പോലെ തന്നെ എല്ലാം ഒരുമിച്ചാണെങ്കിലും അവിടെ മോഡ്യുലാരിറ്റിക്ക്, അതായത് ഓരോ ഭാഗങ്ങളെയും വേർതിരിച്ച് കൈകാര്യം ചെയ്യാനുള്ള ഒരിടമുണ്ട്. ഇതാണ് ശരിക്കും ലിനക്സിന്റെ ഒരു വിജയരഹസ്യം. അപ്പോൾ ചോദ്യം ഇതാണ്: എങ്ങനെയാണ് ഈ എല്ലാം ഒന്നിൽ എന്ന ഡിസൈൻ ഇത്ര ഫ്ലെക്സിബിൾ ആയിരിക്കുന്നത്? അതെങ്ങനെയാണ് പുതിയ മാറ്റങ്ങളുമായി പൊരുത്തപ്പെട്ടു പോകുന്നത്? നമുക്ക് നോക്കാം. ഇതാണ് ലിനക്സിന്റെ സീക്രട്ട് വെപ്പൺ, കേർണൽ മൊഡ്യൂളുകൾ. അതായത് പുതിയൊരു ഹാർഡ്വെയറോ ഫീച്ചറോ വരുമ്പോൾ അതിനെ സപ്പോർട്ട് ചെയ്യാനുള്ള കോഡ് ഒരു പ്ലഗിൻ പോലെ കേർണലിലേക്ക് അപ്പം തന്നെ ലോഡ് ചെയ്യാം. ഏറ്റവും വലിയ കാര്യം എന്താണെന്ന് വെച്ചാൽ ഇതിന് സിസ്റ്റം റീബൂട്ട് ചെയ്യേണ്ട കാര്യമേ ഇല്ല. ഇത് നോക്കൂ. ഇതൊരു യഥാർത്ഥ കേർണൽ മോഡ്യൂളിൽ നിന്നുള്ള ഒരു കോഡ് ലൈനാണ്. ഒരു മൊഡ്യൂള് കേർണലിലേക്ക് ലോഡ് ചെയ്യുമ്പോൾ ഈ പ്രിന്റ് എഫ് കമാൻഡ് സിസ്റ്റം ലോഗിൽ ഒരു മെസ്സേജ് കാണിക്കും. ഇത് കാണിക്കുന്ന എന്താണെന്ന് വെച്ചാൽ കാര്യങ്ങളെല്ലാം എത്രത്തോളം ഓപ്പൺ ആയിട്ടാണ് നടക്കുന്നതെന്നാണ്. ഉള്ളിൽ നടക്കുന്ന ഓരോന്നും നമുക്ക് കാണാൻ പറ്റും. ഈ പ്രോസസ്സ് ശരിക്കും വളരെ സിമ്പിളാണ്. ഒരു ഡെവലപ്പർ കോഡ് എഴുതുന്നു, ഇൻസ്മോഡ് എന്നൊരു കമാൻഡ് കൊടുത്ത് അത് കേർണലിലേക്ക് ലോഡ് ചെയ്യുന്നു. ഇനി അതിന്റെ ആവശ്യമില്ലെങ്കിൽ rmod കമാൻഡ് ഉപയോഗിച്ച് എളുപ്പത്തിൽ ഒഴിവാക്കുകയും ചെയ്യാം. സിമ്പിൾ, പവർഫുൾ. അപ്പോൾ ടെക്നോളജി മാത്രമല്ല, വേറെയും ചില കാരണങ്ങളുണ്ട് ലിനക്സ് ഇത്രയും പോപ്പുലറാകാൻ. എന്താണെന്ന് നോക്കിയാലോ? ലിനക്സിന്റെ വിജയത്തിന് പിന്നിലെ ഏറ്റവും വലിയ കാരണം ഒരുപക്ഷേ അതിന്റെ ടെക്നോളജി മാത്രമല്ല, അതിന്റെ ഫിലോസഫിയാണ്. ലിനക്സ് ലോകത്തിലെ ഏറ്റവും ഫേമസ് ആയ ഓപ്പൺ സോഴ്സ് ഓപ്പറേറ്റിംഗ് സിസ്റ്റമാണ്. ആ ഒരു തുറന്ന സമീപനം അത് തന്നെയാണ് എല്ലാം മാറ്റിമറിച്ചത്. ഇതിന്റെ പവർ എന്താണെന്ന് വെച്ചാൽ ആർക്ക് വേണമെങ്കിലും ലിനക്സിന്റെ സോഴ്സ് കോഡ് എടുത്തു നോക്കാം, അതിൽ മാറ്റങ്ങൾ വരുത്താം, അത് മെച്ചപ്പെടുത്താം. ഇത് കാരണം ലോകമെമ്പാടുമുള്ള ആയിരക്കണക്കിന് ഡെവലപ്പർമാർ ഒരുമിച്ച് പ്രവർത്തിക്കാൻ തുടങ്ങി. അതിന്റെ ഫലമോ അതിവേഗത്തിലുള്ള വളർച്ചയും മെച്ചപ്പെടുത്തലുകളും. ശരി, അപ്പോൾ ഇത്രയും കാര്യങ്ങൾ വെച്ച് നോക്കുമ്പോൾ പഴയ യുണിക്സുമായി താരതമ്യം ചെയ്യുമ്പോൾ ലിനക്സിന് പ്രായോഗികമായി എന്തു ഗുണമാണുള്ളത്? നമുക്കതിലേക്ക് കടക്കാം. പ്രധാന വ്യത്യാസങ്ങൾ നമുക്ക് നോക്കാം. ലിനക്സ് പുതിയ ടാസ്കുകൾ ഉണ്ടാക്കാൻ ക്ലോൺ എന്ന സിസ്റ്റം കോൾ ഉപയോഗിക്കുന്നു. ഇത് വളരെ ലൈറ്റാണ്. എന്നാൽ പഴയ യുണിക്സ് ഉപയോഗിച്ചിരുന്നത് ഫോർക്ക് എന്ന കുറച്ചുകൂടി ഭാരമേറിയ ഒരു രീതിയായിരുന്നു. പിന്നെ നമ്മൾ നേരത്തെ പറഞ്ഞ കേർണൽ മോഡ്യൂളുകൾ, അത് ലിനക്സിന് വലിയൊരു ഫ്ലെക്സിബിലിറ്റി കൊടുക്കുന്നു. യുണിക്സിൽ പലപ്പോഴും ഡ്രൈവറുകൾ കേർണലിന്റെ ഭാഗമായി ഉറപ്പിച്ചിരിക്കുകയായിരുന്നു. ഏറ്റവും പ്രധാനപ്പെട്ട വ്യത്യാസം അതിന്റെ ഫിലോസഫി തന്നെയാണ്, ലിനക്സിന്റെ ഓപ്പൺ സോഴ്സ് രീതി. അപ്പോൾ ഇതിന്റെയൊക്കെ യഥാർത്ഥ ഫലം എന്താണ്? 1. ലിനക്സ് കൂടുതൽ വേഗതയുള്ളതാണ്. 2. പുതിയ ഹാർഡ്വെയറുമായി വളരെ എളുപ്പത്തിൽ പൊരുത്തപ്പെടും. 3. ഓപ്പൺ സോഴ്സ് കമ്മ്യൂണിറ്റി ഉള്ളതുകൊണ്ട് അതിവേഗത്തിൽ അത് വളരുകയും പുതിയ ഫീച്ചറുകൾ വരികയും ചെയ്യുന്നു. അപ്പോൾ നമുക്ക് കാര്യങ്ങളൊന്ന് ചുരുക്കി പറയാം. ലിനക്സ് ചെയ്തത് ഇതാണ്: ഒരൊറ്റ വലിയ പ്രോഗ്രാം എന്ന മോണോലിത്തിക് കേർണലിന്റെ ശക്തിയും ആവശ്യത്തിനനുസരിച്ച് മാറ്റങ്ങൾ വരുത്താൻ സഹായിക്കുന്ന കേർണൽ മൊഡ്യൂളുകളുടെ ഫ്ലെക്സിബിലിറ്റിയും ഒരുമിപ്പിച്ചു. ഇതിന്റെ കൂടെ ഓപ്പൺ സോഴ്സിന്റെ പവർ കൂടി ചേർന്നപ്പോൾ അതൊരു വിപ്ലവമായി മാറി. നമുക്കീ വിശകലനം ഒരു ചോദ്യത്തോടെ അവസാനിപ്പിക്കാം. ഇന്നത്തെ കാലത്ത്, അതായത് സ്മാർട്ട് ഫോണുകളും സ്മാർട്ട് വാച്ചുകളും ഒക്കെയുള്ള ഈ ലോകത്ത്, എല്ലാം ഒന്നിലടങ്ങിയ ഒരു വലിയ കേർണൽ, അതെത്രയൊക്കെ ഫ്ലെക്സിബിൾ ആണെങ്കിലും ശരിക്കും അതാണോ ഏറ്റവും നല്ല ഡിസൈൻ? ചിന്തിക്കേണ്ട ഒരു കാര്യമാണല്ലേ? നിങ്ങൾക്കെന്ത് തോന്നുന്നു? എന്തായാലും അടുത്ത തവണ പുതിയൊരു വിഷയവുമായി കാണാം.